അപ്പൊ ഞങ്ങളുടെ ഒരു ദിവസത്തെ നീണ്ട പ്ലാനിങ് ഒരു ദിവസത്തെ മണിക്കൂർ ഞങ്ങൾ നഷ്ടമായി. പിടിക്കും 5:30 ഇറങ്ങണം വിചാരിച്ചു. 5:30 ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. 2 ടീം 6:45 ഇവിടുന്ന് ഇറങ്ങിയത്. 6:45 ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കാരണക്കാരി ബാക്കിലുണ്ട് ഗൈസ്. ബാക്കിൽ കാണുന്നുണ്ട് ഗൈസ്. ഈ കാറാണ് ഗൈസ്. ഈ കാറിൽ വരുന്നവരാണ് ഗൈസ്. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പക്ഷെ എങ്ങോട്ടാ പോണെന്ന് അറിയില്ല. 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അത് തീരുന്നവരെ ഞങ്ങൾ വയനാടാണ് പ്ലാൻ ചെയ്യുന്നത്. വയനാട് എന്തെങ്കിലും കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ട് ഇല്ലാത്തൊരു ട്രിപ്പാണ്, വയനാടാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇതേപോലെ അങ്ങനെ കയറി, ചുരം കയറിയിട്ട് അങ്ങോട്ട് തീരുമാനിക്കാമെന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് കയറി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കേട്ടോ. അപ്പോൾ അത് കൈ പിടിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വ്യൂ പോയിൻ്റ് നല്ല രസമാണ്. അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കാണാനെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് പോയതാണ്. പക്ഷേ പോയ പോലെ തന്നെ തിരിച്ചു വരേണ്ടി വന്നു കേട്ടോ. കാരണം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റിയില്ല. വെറുതെ കയറിയത് മാത്രം മിച്ചം. പോകുമ്പോൾ കാണാത്തൊരു സംഭവം ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കണ്ടിട്ടോ. ചെറിയൊരു അരുവി, നല്ല തണുത്ത വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങളങ്ങനെ പോവാണ്. അപ്പോഴാണ് പിന്നെ ചെറുതായിട്ടൊരു പണി കിട്ടി. 3 ആൾക്ക് ചെറുതായിട്ട് അട്ട കടിച്ചു കേട്ടോ. ആ അരുവിയിൽ പോയില്ലേ, ആ സമയത്ത് അട്ടകടി കൊണ്ടുണ്ടായിരുന്നു. സ്വാഭാവികം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് കറക്റ്റ് തീരുമാനിച്ച് ബാണാസുര പോയിട്ട് വരാമെന്ന് ഉള്ളൊരു പ്ലാനായിട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ബാണാസുരയ്ക്കുള്ള പോക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മണ്ണിനെ കൊണ്ടുള്ള ഡാമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആണ്. അപ്പോൾ എന്താ പറയുക, അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ള നിലയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബാണാസുര എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ കയാക്കിങ് ചെയ്യാൻ പോവുകയാണ്. ഇതാ കാണിച്ചു തരാം. പറയും. ഇത് നമ്മളെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതാ കണ്ടോളി, ഇതിലാണ് ഞങ്ങൾ കയാക്കിങ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ബാണാസുര ലേക്ക് മൊത്തം കറങ്ങിയിട്ട് വരാം. നമ്മളങ്ങനെ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്പീഡ് ബോട്ടാണ് പ്ലാൻ ചെയ്ത് പോയത്. പക്ഷേ കയാക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയാണല്ലോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പോയിട്ടോ. സംഭവം സെറ്റായിരുന്നു. പിന്നെ അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു, അതിലും കയറണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കുഞ്ഞാലൊക്കെ ആടിട്ടോ. പിന്നെ ഇതാണ് ആ സിപ്പ് ലൈനൊക്കെ ഒഴിവാക്കിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം. കാരണം എല്ലാവരും അൽഫാമുമാതിരി മണം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വയറൊക്കെ വിശന്നിട്ട്. അങ്ങനെ അപ്പോൾ നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിച്ചു. ഇനിയാണ് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തത്. കാരണം രാവിലെ കുറച്ച് സമയം വൈകിയതുകൊണ്ട് നമ്മുടെ ഫുള്ള് പ്ലാനിങ്ങും തെറ്റിച്ച് എന്താ പറയുക, കുറേ ടൈം വെറുതെ വേസ്റ്റായി പോയി നമുക്ക്. അപ്പോൾ പിന്നെ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ച് നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച് വന്നിട്ട് തിര എണ്ണി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.